ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇതിഹാസ കഥകളായി നാം പ്രചരിപ്പിക്കുന്നതും പഠിക്കുന്നതും വായിക്കുന്നതും അറിയുന്നതും രാമായണവും മഹാഭാരതവുമാണ്. രാമൻ്റെയും സീതയുടെയും കഥ പറയുന്ന രാമൻ്റെ അയനം, രാമൻ്റെ യാത്ര. രാമൻ എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്, സ്വത്വമാണെന്നും മനുഷ്യ മനസ്സിൻ്റെ ഒരു യാത്രയാണെന്നും മനുഷ്യ മനസ്സിൻ്റെ അസുര ഭാവങ്ങളിൽ നിന്ന് ദേവഭാവങ്ങളിലേക്കുള്ള, എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നന്മയിലേക്കുള്ള യാത്രയാണ് ഇങ്ങനെ ഈ രാമായണം എന്നൊക്കെ പറയുന്ന വളരെ മനോഹരമായ ഒരു ഐതിഹ്യമുള്ള ഇതിഹാസ കഥയാണ്, ഇതിഹാസ കാവ്യമാണ് രാമായണം. നമ്മുടെ ആദി കവിയായിട്ടുള്ള വാൽമീകിയാണ് അത് എഴുതുന്നത്. വാൽമീകി എഴുതുന്നതിൻ്റെ ചരിത്രമൊക്കെ അറിയാം. അദ്ദേഹം രത്നാകരനായിരുന്നതും പിന്നെ മഹർഷിമാരിൽ നിന്ന് മോഷ്ടിച്ചതും കൊള്ളയടിച്ചതും അവർ നിങ്ങളെ ഭാര്യ ഇത് അനുഭവിക്കുമെന്ന് ചോദിക്കുന്നതും ഭാര്യയോട് പോയി ചോദിക്കുന്നതും ഭാര്യ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അനുഭവിക്കണമെന്ന് പറയുകയും പിന്നെ ചെന്നിരുന്ന് പിന്നെ തപസ് ചെയ്യുകയും മര എന്ന് പറഞ്ഞ് രാമ എന്നായതൊക്കെ പുറ്റ് വളർന്നത് കഥകളുണ്ട്, ഒരുപാട് കഥ. ഞാൻ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിനിടയിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ് വാൽമീകിയുടെ വാൽമീകിയായി ആയി മാറിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഒരു ദിവസം നാരദ മുനി വരികയും അവിടെ നാരദനോടുള്ള വാൽമീകിയുടെ ചോദ്യമുണ്ട്. കോ നസ്മിൻ സാമ്പ്രതം ലോകയെ ഗുണവാൻ തത്ര വീര്യവാൻ. അതായത് ലോകത്ത് വീര്യവും ശ്രമവും സൗന്ദര്യവും സത്യവും ധർമ്മവും പ്രൗഢിയും ക്ഷമയും എല്ലാ ശീലഗുണവും അജയ്യത എല്ലാ ഗുണങ്ങളും അടങ്ങി ആരെങ്കിലും ഉണ്ടോ എന്ന് നാരദനോട് ചോദിക്കുമ്പോൾ ഒരാളുണ്ട്, അങ്ങനെ അയോധ്യ രാജ്യത്ത് ഒരാളുണ്ട്, അത് രാമൻ എന്നാണ് പേര്. അപ്പോൾ രാമൻ്റെ കഥ എഴുതണം എന്ന് പറഞ്ഞ് അങ്ങനെ പോകും. അതിനുശേഷം വീണ്ടും വാൽമീകി മഹർഷിയായതിനു ശേഷമുള്ള കാര്യമാണ് ഞാനിപ്പോൾ. മഹർഷിയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം തമസാ നദിയിൽ സ്നാനത്തിനായി പോകുമ്പോൾ ഒരു വേടൻ ഒരു ക്രൗഞ്ച മിഥുനങ്ങളിൽപ്പെട്ട ഒരു പെൺപക്ഷിയിൽപ്പെട്ട ആൺപക്ഷിയെ ഇത് വീഴ്ത്തുന്നുണ്ട്. അപ്പോൾ ആ പെൺപക്ഷി വളരെയധികം ദുഃഖിക്കുന്നുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് പെൺപക്ഷിയുടെ വിലാപം കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് യുവമിഥുനങ്ങൾ എന്ന് പറയുന്ന രണ്ട് കിളികളിൽ, ആണും പെണ്ണുമുള്ള കിളികളിൽ, ആ ആൺകിളി തൻ്റെ ഇണ മരിച്ചപ്പോൾ അല്ലെങ്കിൽ തൻ്റെ പ്രണയിതാവ് മരിച്ചപ്പോൾ ആ കിളിക്കുണ്ടായ ഒരു വിഷമ മനസ്സിൽ കൊണ്ടുകൊണ്ട് വാൽമീകി അപ്പോൾ മഹർഷി പറയുന്നുണ്ട്, മാ നിഷാദ പ്രതിഷ്ഠാം തോമഗമ ശാശ്വതി സമായൽ ക്രൗഞ്ചമിഥുന അദ്ദേഹമവ ധീ കാമ മോഹിതം എന്ന ശ്ലോകം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഇത് ചെയ്യാൻ പാടില്ല, മാ നിഷാദ ചെയ്യാൻ പാടില്ല എന്നുള്ള നിലയിൽ പറഞ്ഞപ്പോഴാണ് ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയും ഇതെന്താണെന്ന് പറയുകയും ചെയ്യുക. അവസാനം രാമൻ്റെ കഥയിലേക്കൊക്കെ അവർ ചർച്ച ചെയ്തെത്തുകയും അങ്ങനെ രാമൻ്റെ കഥയെക്കുറിച്ച് പറയുകയും ചെയ്തത്. ഞാൻ ഇത്രയും ആമുഖമായി സൂചിപ്പിച്ചത് അടുത്ത തുടർ ദിവസങ്ങളിൽ കർക്കിടക മാസമാണ്, പഞ്ഞമാസമായിട്ടാണ് പണ്ട് കണക്കാക്കിയിരുന്നത്. ഇപ്പോൾ അത്ര പഞ്ഞമാസമൊന്നുമല്ല, മഴയുടെ ഒരു മാസമാണ്. അത് കഴിഞ്ഞാൽ ഓണമാണ് വരുന്നത്. അപ്പോൾ ഈ മാസങ്ങളിൽ എല്ലാ വീടുകളിലും രാമായണം വായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുഭാഷിതം ചാനലിൽ ഒരു വീഡിയോ രാമായണത്തെക്കുറിച്ചുള്ളതായിരിക്കും. അത് തീർച്ചയായിട്ടും വീഡിയോ ആയിട്ടല്ല ചെയ്യുന്നത്, ഓഡിയോ മോഡലിലാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും കഴിയുന്നത്ര കുറേശ്ശെ രാമായണം പറയാനാണ് ശ്രമിക്കുന്നത്. പരമാവധി 10-30 ദിവസം, അതായത് ചിങ്ങമാസത്തിന് മുമ്പ് തന്നെ ഇത് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. കഴിയുന്നത്ര പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഓരോ ദിവസവും വരുന്ന ഓഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ രാമൻ്റെ ചിത്രമോ അല്ലെങ്കിൽ മഹർഷിമാരുടെ ചിത്രമോ ഒക്കെ കാണുകയുള്ളൂ. എന്തായാലും ഞാൻ അവതരിപ്പിക്കുന്ന അവതാരകൻ്റെ ചിത്രം അതിനകത്ത് കാണുകയില്ല, അത് ഓഡിയോ ആയിട്ടാണ് വരുന്നത്. എല്ലാവരും ഇത് കേൾക്കുകയും പരമാവധി നിങ്ങളിപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോഴൊക്കെ തീർച്ചയായിട്ടും കേൾക്കാൻ പറ്റും. അതിന് എൻ്റേതായ ഒരു വേർഷനുമില്ല. അത് പിന്നെ തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള ആധ്യാത്മരാമായണം അതുപോലെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാഹസത്തിലേക്ക് മുതിരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ കുറവുകളും നിങ്ങൾ നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മുടെ ആസ്വാദകർ പൊറുക്കണം. തീർച്ചയായിട്ടും അടുത്ത ദിവസം മുതൽ, നാളെ മുതൽ ഇതിൻ്റെ ആഡിയോ അടങ്ങിയ വീഡിയോകൾ വന്നു തുടങ്ങും. രാമായണം നമുക്ക് കേൾക്കാം, കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരെയും കേൾപ്പിക്കാം.